സ്റ്റാർട്ടപ്പ് മിഷൻ സോൾവ് ചെയ്യുന്ന 2-3 പ്രോബ്ലംസിൽ ഒരു പ്രധാനപ്പെട്ട പ്രോബ്ലം ഓഫൺ ഓവർലുക്ക് ചെയ്യപ്പെടുന്ന പ്രോബ്ലം ഈസ് ലോട്ട് ഓഫ് ഓൺടർപ്രിന്യേഴ്സ് പെട്ടെന്ന് കൺഫ്യൂസ്ഡ് ആവുന്നത് എങ്ങനെ തുടങ്ങണം എന്നാണ്. വേർ ടു സ്റ്റാർട്ട്. എനിക്ക് സ്റ്റാർട്ടപ്പ് മിഷനിൽ നിന്നുള്ള ഗ്രേറ്റസ്റ്റ് ഹെൽപ്പ് അവിടെയായിരുന്നു. ഐ സ്റ്റാർട്ടഡ് ഓഫ് ആസ് എ 2-seater. അപ്പോൾ ഒരു 2 സീറ്റ്സ് ആയിട്ട് നമുക്ക് കിട്ടും. ഇഫ് നമ്മുടെ ഐഡിയ അവർക്ക് ഒരു ഇന്നോവേറ്റീവായിട്ട് തോന്നിയാൽ നമുക്ക് 1-2 സീറ്റ്സ് അലോട്ട് ചെയ്യും, ഇൻക്യുബേഷൻ പോലെ, ഫോർ 6 months. സോ അത് for somebody starting up, it's a good space. In their facility. So we are surrounded by like-minded people. അവരുടെ തന്നെ പല സർവീസസ് ഉണ്ട്. അപ്പോൾ ഫോർ മീ ആ ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് ഭയങ്കര ക്രിട്ടിക്കൽ ആയിരുന്നു. ആൻഡ് അവിടുന്ന് മുന്നോട്ടാണ് ദെൻ ദർ ആർ ഡിഫറെൻറ്റ് സീക്വൻസ് ഓഫ് ഫണ്ട്സ്, നമ്മുടെ സ്കെയിൽ അപ്പ് ഗ്രാൻസ്, അങ്ങനെ പല ഗ്രാൻസ് ഉണ്ട്. പക്ഷേ ഈ ഗ്രാൻസിനൊക്കെ മുകളിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്റ്റാർട്ടിങ്ങും അതുപോലെ സ്കെയിലിംഗ് സ്റ്റേജിൽ അവർ തരുന്ന എക്സ്പോഷറും ഇസ് സംതിങ് വിച്ച് ഇസ് എനിക്കൊന്ന് കേരളത്തിന് വളരെ സ്ട്രോങ് ആണ്. ഈവൻ കിൻഫ്ര, നമ്മളിപ്പോൾ കിൻഫ്രയിൽ നിൽക്കുമ്പോഴും ഒരു പ്രോഡക്റ്റ് ബേസ്ഡ് കമ്പനികൾക്ക് ഇപ്പോഴും കേരളത്തിൽ കുറച്ചുകൂടെ സിസ്റ്റംസ് ഇവോൾവ് ചെയ്യുന്നേ ഉള്ളൂ. ബട്ട് എനിക്ക് കിൻഫ്രയിൽ നിന്ന് ഒരുപാട് സപ്പോർട്ട്സ് അലോങ് ദ വേ ഉണ്ടായിട്ടുണ്ട്. ബിക്കോസ് ഞാൻ സ്റ്റാർട്ടപ്പ് മിഷനിൽ നിന്ന് ഇനീഷ്യലി ഓഫീസ് തുടങ്ങിയിട്ട് we set up a 1,000 square feet or small factory in Kinfra ഇവിടെ in a small floor. അപ്പോൾ ആ ഒരു 1,000 square feet നമുക്ക് അന്ന് കിട്ടാൻ നമ്മുടെ ഒരു സ്റ്റാർട്ടിങ്ങിന് അന്ന് നമ്മൾ ജേഴ്സി ഷോപ്പായിട്ടാണ് തുടങ്ങുന്നത്. So that helped us to start off. Now we have expanded to a 17,000 square feet facility 2 years back.